പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും 9 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് 23-ന് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും 9 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് 23-ന് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ, ഓഖി, നൂറ്റാണ്ടിലെ മഹാപ്രളയം, കോവിഡ്, കാലവർഷക്കെടുതി, മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ തുടങ്ങി അനേകം പ്രതിസന്ധികളെ സർക്കാർ വിജയകരമായി അതിജീവിച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നുവെങ്കിലും സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. എല്ലാ രംഗത്തും ലോകത്തിനു തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പുരോഗമനമാണ് സംസ്ഥാനം കൈവരിച്ചത്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണങ്ങൾക്കിടയിലും ദേശീയ തലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. 2016-ൽ 2% മാത്രമായിരുന്ന കാർഷിക രംഗത്തെ വളർച്ചാ നിരക്ക് ഇപ്പോൾ 4.6%. നാടിന്റെ ഇത്തരം വികസന ചിത്രങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടത്. അതിനു പകരം നെഗറ്റീവ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നാം അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ഈ സർക്കാരിന്റെ 4ാമത്തെ വർഷം പൂർത്തിയായതിന്റെ ഭാഗമായുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് 23-ന് ഈ പരിപാടിയുടെ സമാപനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നതും നടപ്പാക്കേണ്ടി വന്നതും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പ്രശ്നങ്ങളും നമുക്കറിയാവുന്നത്. അപ്പം ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ പകച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. അവയ്ക്കാവശ്യമായ പരിഹാര നടപടികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, മറ്റിടപെടലുകൾ എല്ലാം നടക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിർവഹിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ തോതിലുള്ള സഹായം ലഭ്യമായില്ല എന്നൊരു ഭാഗം പ്രത്യേകം കാണേണ്ടത്. പ്രതിസന്ധി വന്നാൽ ആ നാടിനെ, ആ സംസ്ഥാനത്തെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ്. അത് ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ അനുഭവം രാജ്യത്തിൻ്റെ മൊത്തം അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായത്. നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അർഹമായ സഹായം ലഭിച്ചില്ല. മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാഷ്ട്രങ്ങളെ അടക്കം നിരാശപ്പെടുത്തുമാറ് സഹായം സ്വീകരിക്കില്ല എന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുകയും ചെയ്തു. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.